അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പോകില്ലെന്ന് ആവർത്തിച്ച പുരി ശങ്കരാചാര്യർ പ്രതിഷ്ഠാ ആചാരവിധി പ്രകാരമാണ് നടക്കേണ്ടത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് പരിധിയുണ്ട്. അയോധ്യ വിഷയത്തിൽ 4 ശങ്കരാചാര്യന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും പുരി ശങ്കരാചാര്യർ നിശ്ചലാനന്ദ സരസ്വതി വ്യക്തമാക്കി. PJ അരുണുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് അവരുടെ നിലപാട്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തി, ഇതുമായി ബന്ധപ്പെട്ട് പുരി ശങ്കരാചാര്യർ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. ഈ ഒരു പ്രതികരണമാണ് കൊൽക്കത്തയിലും സ്വാമി ആവർത്തിച്ചിട്ടുള്ളത്. ഈ അയോധ്യയിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങ് ആചാരവിധി പ്രകാരമല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് ആചാരവിധികളെല്ലാം പാലിച്ചു വേണം നടക്കേണ്ടതെന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായി പാർട്ടികൾ ഇടപെടുന്നു, പ്രത്യേകിച്ച് BJP പേരെടുത്ത് പറയാതെ തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് പരിധിയുണ്ട് എന്നുള്ള ഒരു വിമർശനവും നിശ്ചലാനന്ദ സരസ്വതി ഉന്നയിച്ചു. കൂടാതെ ഈ അയോധ്യയിൽ പ്രധാനമന്ത്രി പ്രതിഷ്ഠ നടത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നുള്ള കാര്യവും നിശ്ചലാനന്ദ സരസ്വതി ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും 4 ദിവസങ്ങൾക്ക് മുമ്പ് പുരിയിൽ വെച്ച് തന്നെ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. കാരണം കൈയടിക്കാൻ വേണ്ടി മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠ നടത്തുമ്പോൾ, രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ കൈയടിക്കാൻ മാത്രമായി അവിടെ പോകേണ്ടതില്ല എന്നുള്ള തരത്തിൽ ഗുരു ഗോവർദ്ധനാനന്ദ പീഠത്തിലെ ശങ്കരാചാര്യ സ്വാമി 5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസ്താവിച്ചിരുന്നു. കാരണം ഈ രാജ്യത്തെ ഏറ്റവും പ്രമുഖ ഹിന്ദുമത പുരോഹിതൻ തന്നെ മോദിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. കാരണം കൈയടിക്കാൻ വേണ്ടി മാത്രം താൻ പോവേണ്ടതില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കൃത്യമായ ഒരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 4 ശങ്കരാചാര്യ മഠങ്ങൾ, അദ്വൈത ആശ്രമങ്ങളാണ് ഉള്ളത്. ഇവിടെയുള്ള 4 ശങ്കരാചാര്യന്മാർ തമ്മിലും ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയില്ല എന്നുള്ള കാര്യത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലുള്ള ഒരു ഉറച്ച നിലപാട് പുരി ശങ്കരാചാര്യർ ആവർത്തിക്കുകയാണ് ചെയ്തത്. 4 ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ താൻ പങ്കെടുത്തില്ല എന്നുള്ള നിലപാട് പുരി ശങ്കരാചാര്യർ വ്യക്തമാക്കുന്നു. കീർത്തി, ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.